ഇന്ന് കണ്ണൻകുട്ടീനെയും കൊണ്ട് ഞങ്ങൾ ജൂബിലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കണ്ണനെ കാണിക്കാനായിട്ട് പോകേണ്ട ദിവസമായിരുന്നു. ന്യൂറോൻ്റെ ഡോക്ടറെ കാണിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മരുന്ന് തന്നിട്ട് അതിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ അവന് ചെറുതായിട്ട് കഫക്കെട്ടും ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചില സമയത്തൊരു ചുമയും കുറുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിഷ്യനെയും കാണിച്ചു. അങ്ങനെ 2 ഡോക്ടർമാരെയൊക്കെ കണ്ട് വേഗം കാണാൻ പറ്റി കേട്ടോ. കണ്ണനെ ന്യൂറോൻ്റെ അവിടെ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് വേഗം കയറി. ഫിസിഷ്യൻ്റെ അവിടെ ആണെങ്കിലും ഞങ്ങൾക്ക് വേഗം കയറാനൊക്കെ പറ്റി. കണ്ണന് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ മരുന്ന് വാങ്ങാൻ പോയ സമയത്ത് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് എത്തി. അപ്പോഴാണ് 2 ദിവസം മുൻപ് ഞാൻ അലമാര വൃത്തിയാക്കിയപ്പോൾ കണ്ണന് എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അവൻ്റെ അരഞ്ഞാണം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. വെള്ളിയുടെ അരഞ്ഞാണായിരുന്നു. അപ്പോൾ അത് ഇടിക്കാനായിട്ട് കൊള്ളില്ലായിരുന്നു, കറുത്തിട്ടുണ്ടായിരുന്നു വെള്ളി. അപ്പോൾ അതുകൊണ്ട് കണ്ണൻ്റെ അരഞ്ഞാണൊന്നും മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇരിഞ്ഞാലക്കുട വന്നപ്പോൾ ഞങ്ങൾ ഒരു വെള്ളിക്കടയിൽ കയറിയിട്ട് അരഞ്ഞാണൊക്കെ മാറ്റിയിട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഞാനപ്പോൾ അവന് അരഞ്ഞാണ് ഇട്ട് കൊടുക്കണമെന്ന് എനിക്ക് സംശയമായിരുന്നു. കാരണം അവൻ എപ്പോഴും ഇങ്ങനെ കിടക്കുമ്പോഴേ പാമ്പർ ഇടുമല്ലോ. അപ്പോൾ അതിനിടയിൽ അവൻ്റെ സ്കിന്നിലേക്ക് എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ആയാലോ എന്ന് വെച്ചിട്ട്. പക്ഷേ എന്താ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ വാങ്ങിയിട്ട് കൊടുത്തപ്പോൾ